വേറൊരു രസകരം സംഭവിച്ചാൽ ഇവിടെ രണ്ട് കൊച്ചു കുട്ടികളുടെ അല്ലെങ്കിൽ രണ്ട് താരങ്ങളുടെ ഒരു വളർച്ചയ്ക്ക് നിദാനമായ ഒരു വീടാണ്. ഒന്ന് പ്രണവ് മോഹൻലാൽ കിടന്ന മുറിയാണ് അപ്പുറത്തത്, ഒന്ന് നയൻതാര അല്ലേ? അതൊക്കെ ഇവിടെ സ്ഥിരം വന്നിരുന്നു. നമ്മുടെ കാലം വെച്ചാൽ ഈ മത്സ്യനഗരം എന്നുള്ള പടത്തിന് ഞാനായിരുന്നു പ്രേം എന്ന് പറഞ്ഞ ആർട്ട് ഡയറക്ടർക്ക് സഹായങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് എന്നോട് പറയും, ഇതിനെന്നാ പറയുക, ഒന്ന് പട്ടാമ്പി വിടുമെന്ന്. അന്ന് ഈ നയൻതാര ഈ ലെവലൊക്കെ ആവുമെന്ന് അറിഞ്ഞിരുന്നു വെച്ചാൽ ഞാൻ അന്നേ സോപ്പ് അടിച്ച് കൂടുമല്ല, മാനേജറൊക്കെ നന്നായി പണിക്കൊന്നും നിൽക്കണ്ടിരുന്നില്ല. അല്ല, ഇത് അറിയില്ലല്ലോ, അന്നൊന്നും ഒരു പ്രതീക്ഷയില്ലല്ലോ. ഈ കുട്ടി ഒരു ശാന്തമായ സ്വഭാവം. കാരണം അന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതോടുകൂടി കഴിഞ്ഞു, തീർന്നു, ഈ പടത്തോടു കൂടി കഴിഞ്ഞു എന്ന് തന്നെ നമ്മൾ ചിന്തിച്ചിരുന്നു. ഏത് ലെവല് പോയല്ലേ? അതൊക്കെ മാനേജറായ പിന്നെ എന്തിനാ ഇപ്പോൾ ഇന്നിപ്പോൾ മലയാള സിനിമയിൽ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പദവിയിലിരിക്കുക എനിക്ക്, സാമ്പത്തികമായിട്ടും എന്ത് കാര്യമായിട്ടും. അതിനുശേഷം നയൻതാര കണ്ടിട്ടുണ്ടോ? ഞാൻ ഇതേമാതിരി ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒറ്റപ്പാലത്ത് വിനയൻ ഗ്രൂപ്പ് 2 ഗ്രൂപ്പായിട്ട് ഫെഫ്കിം മാക്ടിയും നമ്മൾ ഇഷ്യൂ ഉണ്ടായപ്പോൾ ഫോൺ വന്നിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, ഗുണ്ടാന്നുള്ള പേര് വേണമെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ പലതിക്കലും ഉണ്ട് എന്നുള്ളത്. ഫോണ് ദിലീപൊക്കെ ഷൂട്ട് ചെയ്യുക, പിന്നെ അവിടെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അവിടെ എന്താ പടത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം, സിദ്ദിഖ് ഡയറക്റ്റ് ചെയ്ത ബോഡിഗാർഡ്. അപ്പോൾ സിദ്ദിഖിനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. എന്നെ മേജർ രവിയെ വിളിച്ച്, അവിടെ ഒറ്റപ്പാലത്ത് ഇങ്ങനെ പ്രശ്നമുണ്ട്, സിദ്ദിഖിനെ അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുക, പടിയൊക്കെ തരത്തിൻ്റെ പരിക്കാശ്ശേരി മനക്കിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു കല്യാണ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഞാൻ ഫ്രണ്ടിലെ വണ്ടി അവിടെ എത്തുമ്പോഴേക്കും 60ഓളം ആളായിട്ട് ഇവിടുന്ന് പോവുക. എന്താ ദൈവം സഹായിച്ച് നമ്മൾ വിളിച്ചാൽ ആളുകൾ വരാനുണ്ട്, വടിയും കുന്തും സാധനങ്ങളൊക്കെ ആയിട്ട് വരിക്കാശ്ശേരി മേഖലയിലേക്ക് പോവാൻ. പിറ്റേ ദിവസത്തെ പേപ്പറിലൊക്കെ ഭയങ്കര ഫോട്ടോ ഉണ്ടായിരുന്നു, എന്ന് ചെന്ന് അത് വിഷയമാക്കണം. അങ്ങനെ അകത്ത് കയറി അവിടുന്ന് അടിമ്പാളൊക്കെ ആയി പിറ്റേ ദിവസം ഞാൻ പോലീസുകാരെ ഉന്തി പോകുന്നൊരു ഫോട്ടോ ഒക്കെ മനോരമയിൽ ഫ്രണ്ട് പേജിൽ വന്നിരുന്നു അന്ന്. അപ്പോൾ ആ ഗുണ്ടായിസൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. കാരണം നമ്മളവിടെ ചെന്നു സഹായിച്ചു. അത് നമ്മൾ വേറെ വല്ല രീതിയിലും ചെയ്യുക, അല്ലെങ്കിൽ അവനോട് ഇടപെടാത്തൊരു കേസിൽ വരുമ്പോൾ, അല്ലെങ്കിൽ 4 ആൾ ഗുണ്ടകളെന്ന് പറയുമ്പോൾ അത് സമൂഹത്തിൻ്റെ സ്വഭാവമാണ്, അവരെണ്ട് ഒഴിവാക്കുക എന്നുള്ളത്. നമ്മൾ പറഞ്ഞു വന്ന് നയൻതാര രണ്ടാമത് കണ്ടോ? അത് അവിടുന്ന് ഉള്ളിൽ ചെന്നപ്പോൾ നയൻതാര ഉണ്ട്. ഒട്ടൊരു നയൻതാര എന്നെ കണ്ടപ്പോൾ എണീറ്റ് ഞാൻ അതിശയം തോന്നിയിരിക്കും. എല്ലാവരും പറയുന്നത് ഭയങ്കര ധിക്കാരം ആണെന്നൊക്കെയാണ്. അകത്ത് നിന്നും അപ്പോൾ സിദ്ദിഖ് സാർ ചോദിച്ചു എന്നോട്, എന്താ കണ്ണൻ, എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു ലൊക്കേഷൻ കാണാൻ വന്ന. അപ്പോൾ എന്നോട് ലൊക്കേഷൻ കാണാൻ 60 ആളായിട്ടാണ് വരിക. നോക്കുമ്പോൾ നയൻതാര ഇന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൈ കൊണ്ടും കാണിച്ച്. അപ്പം ഞാൻ അന്തം വിട്ടുപോയി. ആ കുട്ടി എല്ലാവരും പറഞ്ഞ നയൻതാര ഭയങ്കര ചേഞ്ച് ആയെന്നാണ്. എനിക്ക് തോന്നിയിട്ടില്ല. എണീറ്റു. സാധാരണ എണീക്കില്ല എന്നുള്ളൊരു ഇനിയിപ്പോൾ ഇതെന്തു ഞാൻ ഇങ്ങനെ 60 ആളായി ചെന്നുകൊണ്ട് എണീറ്റതാണോ പഴയ ഓർമ്മയിൽ എണീറ്റാൽ എന്തായാലും എന്നെ കണ്ട് വന്ന് എണീറ്റു. പക്ഷെ പഴയ ഒരു മനസ്സിനക്കരയിൽ നയൻതാര നമുക്ക് കിട്ടത്തില്ല. അതില്ല, ആ രൂപം കിട്ടത്തില്ല. പക്ഷെ അവരെന്തായാലും അതെന്തോ സത്യതം കൊണ്ടുവന്നവരൊക്കെ അങ്ങനെയാണല്ലോ. ഇതേ മറ്റേ കുട്ടീനെ ഞാൻ കണ്ടിട്ടുള്ളതാ. അത് അതോടെ കഴിഞ്ഞ് വിചാരിച്ചതാ ഞാൻ. ജനാർദ്ദനൻ വകെ ഇതിൽ വന്നില്ലേ, അസിനെ കണ്ടപ്പോൾ ഞങ്ങൾ ഇതേമാതിരി പറഞ്ഞ ഇവിടുന്ന് കിട്ടണം ഇങ്ങനെ ഒരു സാധനങ്ങൾ. അസിനെ എവിടെ എത്തി, മനസ്സിനക്കരയിൽ ഇതെവിടെ എത്തി, അതെന്താണെന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ പടത്തിൽ വന്നു കഴിഞ്ഞാൽ ആ പടത്തിൽ ഓടിയില്ലെങ്കിലും ഇതിന് മനസ്സിലാക്കലിൽ ഓടി. പക്ഷെ അന്നേ അപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, അന്ന് മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടൻ, വിരലുകൾ കൊണ്ടുപോലെ അഭിനയിക്കുന്ന നടൻ്റെ മകൻ ഈ മുറി കിടന്നതാണ്. അന്ന് ആ ചിന്ത വന്നില്ലേ, പ്രണവ് എവിടെയെങ്കിലും എത്തുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഇത് നമുക്കറിയാം. പ്രണവ് എത്തുന്നല്ല, പ്രണവിന് താല്പര്യമില്ല എന്ന് എനിക്കറിയാം. ഞാൻ കാരണം വെച്ചാൽ പ്രണവായിട്ട് അത്രയും ബദ്ധമായിട്ട് പ്രണവിൻ്റെ ആദ്യത്തെ അത് താല്പര്യമില്ല എന്ന് പറയാൻ കാരണം ആൾക്കാർ പറയും കുറേ സ്റ്റൈലാക്കുക എന്നുള്ളത്. ഞാൻ ഈ പ്രണവിൻ്റെ പടം ആദ്യ കണ്ടിട്ട് ഞാൻ വിളിച്ച്, പ്രണവിൻ്റെ നമ്പർ എൻ്റെ ഇല്ല, ഞാൻ ചേച്ചിയെ വിളിക്കുന്നു. ഞാൻ പറഞ്ഞു പ്രണവിൻ്റെ നമ്പറും തരും, ഞാൻ ഒന്ന് വിളിച്ചിട്ട് എനിക്ക് പറയണം. അപ്പോൾ എന്നോട് ചേച്ചി ഇങ്ങോട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ, കാരണം എങ്ങനെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അമ്മേനെ ഒന്ന് വിളിക്കാൻ പറയുന്നു. തിരിച്ചു പറഞ്ഞത് അമ്മയുടെ അവസ്ഥ ഇതിപ്പോൾ അവർ പറഞ്ഞാലും പറയാം, അവരെ നിഷേധിച്ചാലും ഞാനിത് ഉറപ്പിച്ച് പറയണം. എന്നോട് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ പ്രണവിനെ കിട്ടുകയാണെങ്കിൽ അമ്മേനെ ഒന്ന് വിളിക്കാൻ പറയും. കാരണം വെച്ചാൽ അമ്മ എന്ന് വെച്ചാൽ അത് കോമഡി പറഞ്ഞാണോ എന്നറിയില്ല, പക്ഷെ എന്താ വെച്ചാൽ അത് ഹിമാലയത്തിലോ എവിടെ പോയി കിടക്കണം. അതാ കാരണം വെച്ചാൽ ആ കുട്ടി ഫോണൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിശയം തോന്നും ആ കുട്ടീനെ. പിന്നെ ഇപ്പം നാള് മേജർ പറഞ്ഞ മാതിരി ലാൽ സാറ് അവനോട് വണ്ടി എടുത്തോളാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു, അത് പറയില്ല ഒരിക്കലും. അദ്ദേഹം അവൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ല. അദ്ദേഹം അയാൾ അവിടെയാണ് തോന്നുന്നു.
എന്നൊക്കെ പറയുള്ളൂ. ഒരു മകനെ കുറിച്ചാണെങ്കിലും നമ്മളതിന്ന് കുറേ പഠിക്കാറുണ്ട് കുറേ കാര്യങ്ങൾ. ഞാനൊക്കെ എൻ്റെ മകളെ അതെങ്ങനെ ആയിരിക്കുന്നു, അവൾ വരുമെന്ന് തോന്നുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ ഇടയ്ക്ക് മോഹൻലാലിനെ ഓർമ്മ വരുമ്പോൾ മോഹൻലാൽ മകനെ കുറിച്ചൊക്കെ പറയുന്നത് അയാൾ ഓസ്ട്രേലിയയിലാണ് കണ്ണൻ, അയാളുടെ കൂടെ 2-3 സ്ത്രീകളാണ് താമസിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ അന്തം വിട്ട് പോകും. ഒരു മകനെ കുറിച്ചിട്ടേ പറയുന്നത്. അപ്പം അവർ തമ്മിലുള്ളൊരു സ്നേഹം അങ്ങനെ അങ്ങനെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ പെരുങ്ങോടൊക്കെ ചെല്ലുമ്പോൾ ഞാൻ ചെല്ലും കുഴിയാൻ വരുമ്പോൾ, അപ്പം അവനെ കട്ടിലിൻ്റെ അടിയിൽ കിടക്കുന്നതാണ് പ്രണവ്. അതിൻ്റെ അടിയിൽ അണ്ണയെ പിടിക്കാൻ പോവുക, മരത്തുമ്പ് കയറി അണ്ണയെ കാണാൻ പോവുക, പിന്നെ എൻ്റെ മകളായിട്ട് പന്ത് എറിഞ്ഞളിക്കുക, അങ്ങനെയൊക്കെ ഉള്ളു. പിന്നെ എൻ്റെ അറിവിൽ ഒരു 5-6 ഷട്ടിൽ കൂടുതലില്ല എന്ന് എൻ്റെ തോന്നല് ബനിയനൊന്നും. അങ്ങനെ പറയണത് കേട്ടിരിക്കണം. ഇതൊന്നും പുള്ളിയുടെ തലയിൽ കയറിയിട്ടില്ല. മോഹൻലാൽ അത് പറയത്തരേ, ഐ എം നോട്ട് മോഹൻലാൽ എന്നാ പറയാ. മൂപ്പരെന്തെങ്കിലും ചെലവില് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്തോ നാള് ജിത്തു ജോസഫ് ആരെ പറഞ്ഞു, എന്തിനാ വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വർക്ക് ചെയ്ത പൈസ കൊണ്ട് എനിക്കൊരു ബുക്ക് പ്രസിദ്ധീകരിക്കാനാണ്. പ്രണവ് എഴുതിയ ബുക്ക്. അതിപ്പോൾ അച്ഛനോട് പറഞ്ഞാൽ 1000 ബുക്ക് വാങ്ങിച്ചാൽ പ്രസിദ്ധീകരിക്കില്ല. അതങ്ങനെ ഒരു ടൈപ്പായിരിക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വിടുന്നതായിരിക്കും നല്ലതല്ലേ, പിടിച്ചു വെച്ചാൽ അത്രയും. അതിങ്ങനെ വിടുന്നതിന് മൂപ്പർക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല, ഗിത്താറൊക്കെ വായിക്കുന്നത് സ്വന്തമായിട്ട് പഠിച്ചാൽ ഗുരുനാഥില്ല അത്ര അതിന്. അയാൾ ഓരോ കമ്പിയിൽ അത് കുറേ തവണ നോക്കണമെന്ന്, ശരിയാവുമെന്ന്, കിട്ടുമെന്ന്. ഇതിനിപ്പോൾ ഗുരുനാഥനൊന്നും വേണ്ടാന്ന്. ഈ മമ്മൂക്കയും മോഹനും തമ്മിലുള്ള സ്നേഹം കണ്ടിട്ടുണ്ട്. അവർ തമ്മിൽ എങ്ങനെ ഇരിക്കും? ഞാൻ കണ്ടിട്ടില്ല, അത്രയും സാധ്യത ഉണ്ടായിട്ടില്ല. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരേ റൂമിൽ കാണാം അങ്ങനെയൊന്നൊരു. പിന്നെ അത് മൂപ്പര് പറയണം. ഇപ്പോൾ ആദ്യത്തെ പടത്തിന് എന്നെ വിളിച്ചു, ലാൽ സാറെ വിളിച്ച് പൂജയ്ക്ക് താജിലേക്ക്. അയാളുടെ പടം തുടങ്ങല്ലേ, നിങ്ങൾ വരുന്നില്ലേ എന്നാ ചോദിച്ചത്. അയാളുടെ പടം തുടങ്ങുകയാണ്. അപ്പോൾ ഒടിയൻ്റെ ഇതിൻ്റെ ഒരു ദിവസമായിരുന്നു പൂജ താജിൽ. അപ്പോൾ ഞാൻ പോയി. കാരണം വെച്ചാൽ ഇങ്ങനെ ലാൽ സാറുമാതിരി ആൾ ക്ഷണം അല്ലെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ ഒരു അറിയിപ്പല്ലേ ഇത്. ഞാൻ ഇവിടെ നിന്ന് പോയി. എന്നിട്ട് മൂപ്പരനെ പറഞ്ഞത് കണ്ണന് ഫോട്ടോ എടുക്കണ്ടേ കൂടെ. മൂപ്പരെടുക്കും. എൻ്റെ അടുത്തുണ്ട് സെൽഫിയൊക്കെ. മൂപ്പര് അദ്ദേഹം തന്നെ എടുക്കുന്ന സെൽഫി. ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ അദ്ദേഹം എടുക്കുക സെൽഫി. നമുക്ക് സെൽഫി എടുക്കണ്ടേ, മറിച്ച് വെച്ച് സെൽഫി എടുക്കുക. ചായക്കട കയറിയ സെൽഫി എടുക്കുക. അങ്ങനെയൊക്കെയാണ്. രാജസ്ഥാനിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ചായക്കട കയറി മൂപ്പര് സെൽഫി എടുക്കും. കണ്ണഞ്ചേട്ടൻ്റെ സംതൃപ്തിയാണ് ഈ ഒരു വേഷം. അത് ആരോടൊപ്പം അഭിനയിച്ചപ്പോഴും ഇല്ല കോമ്പിനേഷൻ ചെയ്ത് അങ്ങനെയുള്ള ഒരു. ഞാൻ ലാൽ സാറിൻ്റെ കൂടെ ഞാൻ ആ കർമ്മയോഗത്തൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം വെച്ചാൽ ഇപ്പോൾ ക്യാമറാമാനോട് പറഞ്ഞു ഒരു ദിവസം കർമ്മയോഗം ചെയ്യുമ്പോൾ, അയാൾ ഈ പടത്തിൽ അഭിനയിക്കുന്നുണ്ടേ, അങ്ങോട്ട് പൊയ്ക്കൂ ക്യാമറ എന്ന്. കാരണം വെച്ചാൽ നമുക്കൊരു അവസരം കിട്ടില്ല. നമ്മ അങ്ങനെയല്ല, അങ്ങനെ കാരണം വെച്ചാൽ നമ്മളെ ഫ്രെയിം ചെയ്യിപ്പിക്കാൻ മൂപ്പര് പ്രോത്സാഹിപ്പിക്കും. ടെൻഷൻ ഉണ്ടോ ഇവരോടൊക്കെ വലിയ താരങ്ങളോടൊപ്പം, മമ്മൂക്കയോടൊപ്പം മോഹൻലാലിനോടൊപ്പം അഭിനയിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടോ? എന്തോ ഇല്ല അങ്ങനെ നല്ല ഫ്രണ്ട്ലി ആയിട്ടല്ലേ നമ്മൾ അഭിനയിക്കുന്നത്. ഇപ്പോൾ ലാൽ സാറൊക്കെ എന്നെ ഇതിനൊക്കെ വിളിക്കുന്നത് നേരിട്ട് വിളിക്കുകയല്ലേ, ലാൽ സാറെ വിളിക്കുക 12th മാനിലൊക്കെ. പുള്ളിയെ നേരിട്ട് വിളിക്കുക. മൂപ്പര് പറഞ്ഞു, എന്നെ വിളിക്കുന്ന സിദ്ധുവും പറഞ്ഞു, കണ്ണൻ ചെറിയൊരു വേഷമാണ്, ലാൽ സാറിൻ്റെ റെക്കമെൻഡേഷനാണ് എന്ന്. ലാൽ സാറ് പറഞ്ഞിട്ടാണ് കണ്ണൻ ചെറിയൊരു വേഷമാണ്, അങ്ങനെയാണ്, എല്ലാവർക്കും വേണ്ടേ, നമുക്ക് ചെയ്യണ്ടേ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ. തെറ്റിപ്പോയാൽ ടേക്ക് എടുത്ത എന്തെങ്കിലും അബദ്ധം തെറ്റല് വരില്ല. മൂപ്പരോട് ചെയ്യുമ്പോൾ എനിക്കിതുവരെ തെറ്റിയില്ല. മമ്മൂക്കയോടൊപ്പം ചെയ്തപ്പോഴോ? മമ്മൂക്കയോടൊപ്പം ചെയ്യുമ്പോൾ ബ്ലാക്കാണ്. ബ്ലാക്കിൽ ഞങ്ങൾ 4 ആളുണ്ടായിരുന്നു. അങ്ങനെ തെറ്റിയാലും അന്ന് മോണിറ്ററൊന്നും ഇല്ലാത്ത, അതിൽ മോണിറ്ററൊന്നും ഉണ്ടായിരുന്നില്ല, അതിൽ രഞ്ജേട്ടനായിരുന്നു. അത് ഓക്കെ ആയിരുന്നു. ലാൽ സാറിൻ്റെ കൂടെ ഒന്നും തെറ്റിയിട്ടൊന്നുമില്ല. കാരണം വെച്ചാൽ നമ്മൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടല്ലേ ഈ രാത്രിയും പകലൊക്കെ ഈ ഒന്നിച്ചിരുന്ന് വർത്താനം പറഞ്ഞ് പോകുമ്പോൾ രാവിലെ ചെല്ലുമ്പോൾ ഒരു ആദ്യം പകച്ചിലൊന്നുമില്ലല്ലോ.